സാർ, എൻ്റെ പേര് 56 വയസ്സായി. ഞാനൊരു കമ്പനി ഡ്രൈവറായി ജോലി ചെയ്യുന്നു. കൊറോണ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഓവർ ടൈം ഉണ്ടായിരുന്നു. ഈ സമയം വരെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഫാമിലിക്ക് ക്യാഷ് കൊടുത്തിരുന്നു. പക്ഷേ ഇന്ന് സാലറി കുറഞ്ഞു. പക്ഷേ അവർ ചോദിക്കുമ്പോൾ കടം വാങ്ങിയും ക്യാഷ് കൊടുക്കും. മിച്ചമൊന്നുമില്ല. നാളെ എന്തെന്ന് അറിയില്ല. എന്നെ ഒന്ന് ഉപദേശിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 56 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിച്ചം ഒന്നുമില്ല. ഫാമിലിക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ക്യാഷ് കൊടുത്തിരുന്നു. ഇപ്പോഴും അത് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സാലറി കുറഞ്ഞു. കുടുംബം ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. കടം വാങ്ങിച്ചും കൊടുക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട അദ്ദേഹത്തിനോട് ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഇതുവരെ ചേട്ടൻ്റെ ബുദ്ധിമുട്ട് ഫാമിലി അറിയിച്ചിട്ടില്ല. ഇനിയെങ്കിലും ചേട്ടൻ്റെ ബുദ്ധിമുട്ട് കൃത്യമായിട്ട് ഫാമിലി അറിയിക്കുക. എനിക്ക് ഇവിടെ ഇതാണ് അവസ്ഥ, എൻ്റെ കയ്യിൽ കാശ് കുറഞ്ഞ് ഞാൻ ഓവർ ടൈം വാങ്ങുന്നില്ല. നേരത്തെ ഓവർ ടൈമൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നിരുന്നു. ഇനിയും ദയവ് ചെയ്ത് എനിക്ക് കൂടി എന്നെ മനസ്സിലാക്കി നിങ്ങൾ പെരുമാറുക എന്നുള്ള കാര്യം ചേട്ടൻ ഇന്ന് തന്നെ ഫോൺ ചെയ്ത് അവരോട് പറയുക എന്നുള്ളതാണ് ചേട്ടൻ ആദ്യം ചെയ്യേണ്ട കാര്യം. ശേഷം ചേട്ടൻ ഇനിയും എത്ര രൂപ സാലറി ഉണ്ടെന്ന് എനിക്കറിയില്ല, ചിലവ് എത്ര എന്ന് അറിയില്ല. എന്നാലും ഒരു ചെറിയ ശതമാനം അതിൽ നിന്ന് മാറ്റിവെക്കുക. താങ്കൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിലേക്ക് ഓരോ മാസവും മാറ്റി വെക്കണം. അല്ലെങ്കിൽ നാട്ടിൽ ചെന്ന് ഇപ്പം തന്നെ 56 വയസ്സായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ചിലപ്പം എത്ര വർഷം നമുക്ക് അറിയില്ല ജോലി ചെയ്യാൻ പറ്റുക അവിടെ. അപ്പോൾ ഇനിയും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ താങ്കളുടെ കയ്യിലൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് താങ്കൾക്ക് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് എല്ലാ മാസവും മാറ്റി വെക്കുക. അത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് ആയിക്കോട്ടെ. പക്ഷെ നാട്ടിൽ ചെന്ന് അറ്റ്ലീസ്റ്റ് നമുക്കൊരു മരുന്ന് വാങ്ങാനെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു എമൗണ്ട് ഉണ്ടാകണം. അല്ലെങ്കിൽ നാട്ടിൽ ചെല്ലുമ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. മറ്റു ഡീറ്റെയിൽസ് ഒന്നും അറിയാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും ജീവിതം മെച്ചപ്പെട്ട് സന്തോഷകരമായി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് കുടുംബത്തോട് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും അവരെ അറിയിച്ചിരിക്കണം. അവരോട് കൃത്യമായ കാര്യം പറഞ്ഞിരിക്കണം. ഒരു പക്ഷേ ഇത് അറിയുമ്പോൾ അവർ നമ്മളെ സഹായിക്കും. അറിയാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ പറയുന്നത്. കൊണ്ട് അവരോട് പറയുക. വലിയ മാറ്റങ്ങൾ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.